നിത്യേച്ചെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. വയർ നിറയെ ഭക്ഷണം കഴിച്ചു. അവനാണെങ്കിൽ കല്യാണിയുടെ കൂടെ കുറേ നേരം കളിക്കുകയും ചെയ്തു. ഉറങ്ങിയപ്പോൾ നിത്യേച്ച തന്നെ എടുത്തു തന്നെ. കുറച്ച് ദിവസം ചിലപ്പോൾ ഇങ്ങനൊക്കെ തന്നെ വേണ്ടി വരും. കുഞ്ഞല്ലേ. കുറച്ചു ദിവസം എന്ന് പറഞ്ഞ നിത്യേനെ രാത്രി ഇത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ കൊണ്ടുപോയി ഉറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ? എന്നും വേണോന്നല്ലല്ലോ അമ്മേ. അവരങ്ങനെയല്ലേ ജീവിച്ചേ. എനിക്കിങ്ങനെ ഉറക്കമൊഴിച്ച് കാവലിരിക്കാനൊന്നും പറ്റില്ല. അമ്മ എന്തിനാ ഉറക്കമൊഴിച്ച് കാവലിരുന്നത്? അമ്മയ്ക്ക് ഉറങ്ങായിരുന്നില്ലേ? കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ അതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നും പറഞ്ഞ് കേറിക്കിടന്ന് ഉറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. താൻ ഈ കണക്ക് വെച്ചുള്ള സംസാരവും നിർത്താവോ? 2-3 ദിവസമായിട്ട് തന്റെ സംസാരം അത്ര ശരിയല്ല. അമ്മയ്ക്ക് വിഷമം തോന്നിയാലും കുഴപ്പമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് ചെറിയൊരു ചേഞ്ചുണ്ട്. വേറൊന്നുമല്ല, അമ്മ പെട്ടെന്ന് അമ്മായിമ്മയുടെ സ്റ്റാൻഡിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിലത് വേണ്ട അമ്മേ. മാറ്റം നിനക്കുണ്ട്. ഇതുവരെ നീ എന്നെ വിമർശിക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ നല്ലവരെ കണ്ടോണ്ടാവും എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ. ഇത് വെറും ഒരു കോംപ്ലക്സ് അമ്മേ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്കുണ്ടാവുന്ന ഒരു കോംപ്ലക്സ്. മകൻ വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധയും മറ്റും മാറിപ്പോകുന്നുണ്ടോന്ന് ഒരമ്മയുടെ ആദി. അത് നമ്മുടെ വീട്ടിൽ വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. നേരെ ഒരുപാട് വൈകി. രണ്ടുപേരും ചെന്ന് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ കിടക്കുന്നില്ലേ? അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? അവന്റെ ഭാഷയൊക്കെ മാറുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ നല്ലതാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ഇങ്ങനെയാ. സാധാരണക്കാർ 2 വാക്കിൽ പറയേണ്ട കാര്യം 4-5 വാക്കിൽ അമ്മ പറഞ്ഞു തീർക്കുന്നത്. അതമ്മയുടെ കുട്ടിക്കാലം മുതലുള്ള ശീലമാണ്. ഇത്രയും പ്രായമുള്ള ഒരാളെ തിരുത്താൻ ശ്രമിക്കുന്നതിലും നല്ലത് നമ്മളങ്ങ് പൊരുത്തപ്പെടുന്നതല്ലേ. അമ്മ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മനു. പക്ഷെ എന്തോ അടുക്കാൻ പറ്റാത്ത പോലെ. എന്റെ പേടി കൊണ്ടായിരിക്കും. അതൊന്നും സാരമില്ലടോ. അതങ്ങ് താൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ സുജാത അമ്മയെപ്പോലെ എൻ്റെ അമ്മയെ ആകും. അതിന് കുറച്ച് നാളെടുത്തോട്ടെ. ബി ഹാപ്പി. ആദ്യമോൻ എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെട്ടാൽ മതി. എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കും.